നമസ്കാരം. 2025 എന്ന ഈ പുതുവർഷത്തിൽ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാൻ സാധിക്കാത്തതായ വർഷമായി തന്നെ മാറാം. ചില നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരാം. 2025 എന്ന പുതുവർഷത്തിൽ ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഭാഗ്യക്കുറി മാത്രമല്ല, മറ്റ് സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് 2025 എന്ന പുതുവർഷത്തിൽ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും ലോട്ടറി ഭാഗ്യം തേടിയെത്തുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാധ്യത ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, കൂടാതെ സമ്മാനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കുവാൻ സാധിക്കുക, ഇത്തരം പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ ഈ ധനം നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ ഒപ്പമുള്ളവരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാകേണ്ടതുമാണ്. രണ്ടാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് 2025 എന്ന ഈ പുതുവർഷത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ വളരെ കാലമായി നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സാമ്പത്തിക പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. സ്ഥല വിൽപ്പന തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഭാഗ്യക്കുറി അഥവാ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. കൂടാതെ നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും പണം കൈകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയായി 2025 പൂയം നക്ഷത്രക്കാർക്ക് മാറുന്നതാണ്. ഇപ്പോൾ അനുഭവിക്കുന്നത് പലവിധ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പുറമെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പണം ഇല്ലാത്തതിനാൽ പ്രയാസങ്ങൾ നേരിട്ടിരുന്നതായ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ, തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അശ്രദ്ധയാൽ അല്ലെങ്കിൽ വളരെയധികം വിശ്വാസം ചില വ്യക്തികളിൽ പുലർത്തുന്നത് മൂലം ധനം നഷ്ടമാകുവാനും സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ നീങ്ങുക. മകീരം നക്ഷത്രക്കാർക്കും 2025 അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, കൂടാതെ ഇപ്പോൾ അനുഭവിക്കുന്ന പല സാമ്പത്തിക പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. താൽക്കാലിക ആശ്വാസമാണ് എങ്കിലും ലഭിക്കാം. എന്നാൽ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലോട്ടറി തന്നെ ആകണം എന്നില്ല. മറ്റു നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുക, അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, തന്മൂലം അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം.
സഹായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്നാൽ പൊതുവിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത 2025 ഒരൽപ്പം കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. തിരുവാതിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു വർഷമായി തന്നെ 2025 മാറും. ധനപരമായ ഉയർച്ച, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നുള്ള ധനപരമായ ഉയർച്ച പോലും വന്നു ചേരാം. ധനം പല വഴികളിലൂടെയും നിങ്ങളുടെ കൈവശം വന്നു ചേരും. ലോട്ടറി, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ, സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായി ശമ്പള വർധനവ് അല്ലെങ്കിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുക, അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് ഉതകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രത്തിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ധനപരമായ പ്രയാസങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ഇല്ലാത്തതിനാൽ നീട്ടിവച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന് കരുതുന്നതായ കാര്യങ്ങൾ പോലും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നതിനാൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുക, ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. എന്നാൽ ഈ സമയം ധനപരമായ വിനിയോഗം അത് ശ്രദ്ധാപൂർവം നടത്തിയില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾക്കും ധനപരമായ ബാധ്യതകൾക്കും കാരണമായി തീരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. എന്നാൽ തീർച്ചയായും ധനപരമായ ഉയർച്ച, കൈകളിൽ വന്നു ചേരുന്നതായ ആ ധനം ഇരട്ടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ 2025 സംഭവിക്കാവുന്നതാണ്. ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം കൈകളിലേക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശമ്പള വർധനവിനാലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. വളരെ കാലമായി ലഭിക്കാൻ ഉണ്ടായിരുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. വിദേശത്തെ ജോലി ലഭിക്കുന്നത് മൂലവും ധനപരമായ ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. എന്നാൽ ശരിയായ രീതിയിൽ ധനം വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നഷ്ടങ്ങൾ പോലും സംഭവിക്കാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. ഉത്രാടം നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ 2025 എന്ന പുതുവർഷത്തിൽ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതായ സാഹചര്യം ഇവർക്കുണ്ട്. ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാകുന്നു. ധനപരമായ ഉയർച്ച വന്നു ചേരും. കൂടാതെ ഈ സമയം തൊഴിൽപരമായും ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ ധനയോഗം, ധനപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരാം. നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക, സഹായമായി അഭ്യർത്ഥിച്ചിട്ടുള്ള പണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും 2025 പണം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. ഈ സമയം പൊതുവിൽ ധനപരമായ ഉയർച്ചയ്ക്ക് അല്പം സാധ്യതയുള്ള സമയം തന്നെയാകുന്നു. എന്നാൽ ധനവിനിയോഗം വളരെയധികം ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടതാകുന്നു. ഒരു വ്യക്തിയിൽ അമിതമായ വിശ്വാസം പുലർത്തുന്നതിലൂടെ, എടുത്തുചാട്ടം നടത്തുന്നതിലൂടെ പല വിധത്തിലും ധനം നഷ്ടമാകാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. പൂരാടം നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് 2025. പല വിധത്തിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഭാഗ്യക്കുറി, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് പണം കൈവശം വന്നു ചേരാം. തൊഴിൽപരമായ ഉയർച്ച, സാമ്പത്തിക മുന്നേറ്റങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ,
ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കൈവശം വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം, പിന്തുണ ലഭിക്കുന്നതിനാലും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. സമ്മാനങ്ങൾ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സഹായകരമായ സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സമയം അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്ന് ചേരുന്നതായ സമയമാകുന്നു. ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. ശ്രദ്ധയില്ല എങ്കിൽ പല നഷ്ടങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. തിരുവോണ നക്ഷത്രക്കാർക്കും ധനപരമായ ഉയർച്ച, സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന വർഷം തന്നെയാണ് 2025. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്നു ചേരാം. ലോട്ടറി, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വർഷമാകുന്നു. നറുക്കെടുപ്പുകളിലൂടെയും വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നൽകിയിരിക്കുന്ന കൈവായ്പകൾ തിരികെ ലഭിക്കുക, ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ മേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക, വളരെ കാലമായി ലഭിക്കാനുണ്ടായിരുന്നതായ പണം ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനസഹായം, ധനപരമായ കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വന്നു ചേരുക, സ്വത്ത് വിൽപ്പന, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ 2025 ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പ്രധാനമായും ധനപരമായ ഉയർച്ച, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാകാം. ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യക്കുറി, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വലിയ സമ്മാനങ്ങൾ ലഭിക്കാം. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. പ്രതീക്ഷിക്കുന്നതായ ധനസഹായം ലഭിക്കുന്നതായ സമയമാകുന്നു. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസഹായങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന സമയമാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക.